എന്റെ സൂര്യപുത്രിക്ക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കണതൊക്കെ. അപ്പൊ എന്റെ സൂര്യപുത്രിയുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ അതില് അമല അമ്മേനെ അന്വേഷിച്ചെടുക്കണം. അപ്പൊ ഫാസിൽ തമാശയായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു, അതോ പ്രിയദർശൻ തോന്നി അതിൽ അമ്മേനല്ല എന്നാ ഇതിൽ അച്ഛനെ അന്വേഷിച്ചിട്ട് വരട്ടെ. പ്രിയദർശൻ അപ്പോൾ സ്പാർക്ക് കിട്ടിയെന്നുള്ള, പക്ഷെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല ആ കഥയാണ് ഈ കഥ, അല്ലെങ്കിൽ അതൊന്ന് രണ്ട് സിനിമയും രണ്ട് തരത്തിലാണ്. സോ എന്റെ സൂര്യപുത്രിക്ക് ഭയങ്കര ഇമോഷൻ, ഇത് കോമഡിയും, കാരണം അത്രയും ആ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് വന്നൊരു സിനിമയാണ്. ആ സിനിമയില് തിലകനടക്കം നമുക്ക് കോമഡി വഴങ്ങുമെന്നൊക്കെ തോന്നുന്നു. നമുക്ക് ആ മറ്റേ തിലകനൊരു മൂവിയില്, ഞാൻ പേര് പറഞ്ഞു, പ്രാന്തന്മാര്, അതേപോലെ നമുക്ക് ഡൗട്ട് അടിച്ചല്ലോ തിലകനൊരു പ്രാന്തനായിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ തിലകൻ ഒരു കോമഡി, അത്രയും ഒരു വലിയൊരു സ്ട്രോങ് ക്യാരക്ടർ ഒരു കോമഡി ചെയ്യുമ്പോൾ അത് വർക്കായ സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് ഈ സിനിമ ഫുൾ പാക്കേജ്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരുപാട് അവാർഡ്, അതായത് ജഗതി ശ്രീകുമാറിന് അന്ന് മികച്ച രണ്ടാമത്തെ നടനുകൾ. ഈ സിനിമയ്ക്കും അപൂർവം ചിലർ എന്ന് പറയുന്ന ഒരു സിനിമ, എൻ്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് സീരിയസ് റോള് ചെയ്ത സിനിമ. മോഹൻലാലിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 3-4 സിനിമകളിൽ ഒരു സിനിമയായിരുന്നു ഇത്. പിന്നെ എനിക്ക് ക്യാമറാമാൻ എസ് കുമാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുറെ അവാർഡ്സ് ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവാർഡിലൊക്കെ ഉപരി പ്രേക്ഷകര സിനിമയൊക്കെ ഇന്നും അംഗീകരിച്ചു എന്നുള്ള. എനിക്ക് പിന്നെ ഈ രേവതിയുടെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ എന്താ പറയാ, അയ്യോ ആറാം തമ്പുരാനല്ലത്, ആറാം തമ്പുരാനല്ല, സോറി, ദേവാസുരത്തെ ക്യാരക്ടറും ഈ ക്യാരക്ടറും, ഇത് രണ്ടും എനിക്ക് ദേവതി ചെയ്ത സിനിമ എന്ന് ആലോചിക്കുമ്പോ ഈ രണ്ടും പടങ്ങളെനിക്ക് പെട്ടെന്ന് വരുന്നത്, കിലുക്കും ദേവാസുരം. ഇതിലെനിക്ക് തോന്നുന്നു രേവതി സെക്കൻഡ് ഹാഫ് രേവതിക്ക് ഡബ് ചെയ്ത ഭാഗ്യലക്ഷ്മി പ്രാന്തിയായിട്ട് രേവതി തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് രണ്ട് വോയിസ് ആണ്. അതൊക്കെ പ്രിയദർശന്റെ ഒരു ബ്രില്യൻസ് ആണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഫീൽ ചെയ്യില്ല.